ആൻഡ്രോമിഡ ഗാലക്സിയെ പറ്റിയുള്ള പുതിയ വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് പുതിയ നിരീക്ഷണങ്ങളിൽ കൂടി അസ്ട്രോണമേഴ്സ് കണ്ടെത്തിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആൻഡ്രോമിഡ ഗാലക്സി എന്ന് പറയുന്നത് ഏകദേശം 2.5 മില്യൺ പ്രകാശവർഷം അകലെയായി സ്ഥിതി ചെയ്യുന്ന ഒരു സ്പൈറൽ ഗാലക്സിയാണ്. ആൻഡ്രോമിഡ ഗാലക്സിയെ M31 എന്നും പറയാറുണ്ട്. ആൻഡ്രോമിഡ ഗാലക്സിയുടെ ഡയമീറ്റർ എന്ന് പറയുന്നത് 2,20,000 പ്രകാശവർഷം എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ആൻഡ്രോമിഡ ഗാലക്സിയിൽ ഏകദേശം 1,00,000 കോടി നക്ഷത്രങ്ങളാണുള്ളത്. ആൻഡ്രോമിഡ ഗാലക്സി ഏകദേശം 10 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഏകദേശം 4.5 ബില്യൺ വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ആൻഡ്രോമിഡ ഗാലക്സിയും മിൽക്കി വേ ഗാലക്സിയും കൂടി ചേർന്ന് ഒറ്റ ഗാലക്സിയായി മാറും. 1920 മുമ്പ് വരെയും കരുതിയിരുന്നത് ആൻഡ്രോമിഡ ഗാലക്സി മിൽക്കി വേ ഗാലക്സിയുടെ ഒരു ഭാഗമായിട്ടാണ്. എന്നാൽ എഡ്വിൻ ഹബിൾ ആണ് 1920 ഇത് ഒരു സെപ്പറേറ്റ് ഗാലക്സിയാണ് എന്ന് കണ്ടെത്തിയത്. വലുപ്പത്തിൽ നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ ഗാലക്സിയെക്കാളും വലുതായതുകൊണ്ട് തന്നെ ആൻഡ്രോമിഡ ഗാലക്സിയിൽ നക്ഷത്രങ്ങളുടെ എണ്ണവും കൂടുതലാണ്. ആൻഡ്രോമിഡ ഗാലക്സിയിലെ ബ്ലാക്ക് ഹോളുകളെ കുറിച്ച് കൗതുകകരമായ കണ്ടെത്തലാണ് സമീപകാലങ്ങളിൽ നടത്തിയിട്ടുള്ളത്. B023-G078 എന്ന വലിപ്പമുള്ള സ്റ്റാർ ക്ലസ്റ്ററിനുള്ളിൽ ബ്ലാക്ക് ഹോൾ ഒളിച്ചിരിപ്പുണ്ട് എന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. ഇത് യഥാർത്ഥത്തിൽ ഒരു സ്ട്രിപ്ഡ് ന്യൂക്ലിയസ് ആണ്. ഇത് ആൻഡ്രോമിഡ ഗാലക്സിയുമായി ലയിക്കുകയും അതിന്റെ പുറത്തുള്ള നക്ഷത്രങ്ങളെ ഗുരുത്വാകർഷണ ശക്തികളാൽ ഇല്ലാതാക്കുകയും ചെയ്ത ഒരു ചെറിയ ഗാലക്സിയുടെ അവശിഷ്ടമാണ് ഇപ്പോൾ ഇതിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് സ്ട്രിപ്ഡ് ന്യൂക്ലിയസ് എന്ന് നോക്കാം. എന്താണ് ഈ സെൻട്രൽ കോർ എന്ന് നോക്കാം. ഒരു ചെറിയ ഗാലക്സി ആൻഡ്രോമിഡ ഗാലക്സിയെ പോലുള്ള ഒരു വലിയ ഗാലക്സിയുമായി അടുത്ത് വരുമ്പോൾ ഈ വലിയ ഗാലക്സിയുടെ ഗുരുത്വാകർഷണ ബലം കാരണം ഈ ചെറിയ ഗാലക്സിയിലുള്ള നക്ഷത്രങ്ങളെ അത് ആ ചെറിയ ഗാലക്സിയിൽ നിന്നും പുറന്തള്ളുകയും പിന്നീട് ആ ചെറിയ ഗാലക്സിയുടെ ശേഷിച്ച ഭാഗം എന്ന് പറയുന്നത് ആ ചെറിയ ഗാലക്സിയുടെ സെൻട്രൽ കോർ മാത്രമായിരിക്കും. ആ കോറാണ് ഇപ്പോൾ ഈ ഗാലക്സിയുടെ സ്റ്റാർ ക്ലസ്റ്ററിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ കോറിന് ചുറ്റുമായി വളരെ ഉയർന്ന വേഗത്തിൽ നക്ഷത്രങ്ങൾ ചുറ്റുന്നുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. ഇത് ഒരു ബ്ലാക്ക് ഹോളിന്റെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ്രോമിഡ ഗാലക്സിയെ പോലുള്ള വലിയ ഗാലക്സികളിലേക്ക് ചെറിയ ഗാലക്സികളിൽ നിന്നുള്ള ശേഷിച്ചിരിക്കുന്ന ബ്ലാക്ക് ഹോളുകൾ ചേരുമ്പോൾ ഇത്തരത്തിലുള്ള ഘടനകൾ ഉണ്ടാകാൻ കഴിയുമെന്ന ആശയത്തെ പിന്തുണയ്ക്കുകയായിരുന്നു കണ്ടെത്തൽ വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഗാലക്സികളുടെ സങ്കീർണമായ ഇടപെടലുകളെയും പരിണാമ ചരിത്രത്തെയും കുറിച്ചുള്ള നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാൻ ഈ കണ്ടെത്തലുകൾ സഹായിക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കൂടിച്ചേരലുകളിൽ ഈ ചെറിയ ഗാലക്സിയിലുള്ള ബ്ലാക്ക് ഹോളുകളുടെയും നക്ഷത്രങ്ങളുടെയും രൂപീകരണത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഏറ്റവും പുതിയ കണ്ടെത്തൽ പ്രകാരം 26 പുതിയ ബ്ലാക്ക് ഹോളുകളെയാണ് നിരീക്ഷണത്തിന്റെ ഫലമായി ആൻഡ്രോമിഡ ഗാലക്സിയിൽ കണ്ടെത്തിയത്. ഈ കണ്ടെത്തലുകൾ ചേർത്ത് നോക്കുകയാണെങ്കിൽ ആൻഡ്രോമിഡ ഗാലക്സിയിൽ ഏകദേശം 35 ബ്ലാക്ക് ഹോളുകളെയാണ് ഇതുവരെയായും നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇങ്ങനെ കണ്ടെത്തിയിരിക്കുന്ന ഈ ബ്ലാക്ക് ഹോളുകളുടെ മാസ് എന്ന് പറയുന്നത് ഏകദേശം നമ്മളുടെ സൂര്യന്റെ മാസിന്റെ ഏകദേശം 5 മുതൽ 10 മടങ്ങ് വരെ വരും. ഇപ്പോൾ കണ്ടെത്തിയ ഈ 26 ബ്ലാക്ക് ഹോളുകളും ഏകദേശം 1000 പ്രകാശവർഷത്തിന് അകത്ത് തന്നെയാണ് ഇതെല്ലാം കാണപ്പെടുന്നത്. അതും വളരെയധികം ആശ്ചര്യമുളവാക്കുന്ന ഒന്ന് തന്നെയാണ്. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.